നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് രാജിവെക്കുമെന്ന വാർത്ത നിഷേധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കാസർഗോഡ് ഭദ്രടുക്കയിലുള്ള ബെൽ കമ്പനി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മഴയിൽ ചോർന്നൊലിച്ച് കാസർഗോഡ് ജില്ല. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ പരക്കെ നാശനഷ്ടങ്ങൾ. ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി അധികൃതർ. ഗാന്ധിജിയെ പരിഹസിച്ച് BJP അധ്യക്ഷൻ അമിത് ഷാ നടത്തിയ പരാമർശം രാജ്യദ്രോഹമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് സംഘടിപ്പിച്ച കോൺഗ്രസ് S ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദർ ദിനത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസ ലോകം. പാരമ്പര്യം കൈവിടാതെ മൗലീദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് രാജിവെക്കുമെന്ന വാർത്ത നിഷേധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ എന്നിവർ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലീഗിനെ കള്ളന്മാരാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 259 കള്ളവോട്ടുകൾ ചെയ്തുവെന്നാണ് BJPയുടെ ആരോപണം. ഇതു സംബന്ധിച്ച് K സുരേന്ദ്രൻ നൽകിയ ഹർജി കോടതി പരിഗണിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് രാജിവെച്ച് തിരഞ്ഞെടുപ്പിനൊരുങ്ങുമെന്നും ഇടതുപക്ഷം പിന്തുണക്കുമെന്നും അഭ്യൂഹം പരന്നത്. എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ലീഗ് നേതൃത്വം നിഷേധിച്ചു. മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മാധ്യമപ്രവർത്തകരും BJP നേതാക്കളും കെട്ടിച്ചമച്ചതാണ് രാജിക്കാര്യമെന്നും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലീഗിന് യാതൊരു ആശങ്കയുമില്ലെന്നും കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ ആരോപിച്ചു. ആസൂത്രിതമായി PB അബ്ദുൾ റസാഖുമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സുരേന്ദ്രനെ പോലുള്ള രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥികളും ചില മാധ്യമ പ്രവർത്തകരും തമ്മിൽ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി പ്രചരിപ്പിക്കുന്നതാണ് ഈ വാർത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF പ്രവർത്തകന്മാരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കേസിനെ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് യാതൊരു ആശങ്കയുമില്ല. അവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം കള്ള വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കറിയില്ല. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയിൽ ഇതു സംബന്ധിച്ച് ചർച്ചയുണ്ടായിട്ടില്ലെന്നും കോടതി വിധി വന്നാലും UDFന് അനുകൂലമായിരിക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു. കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ വിവരമാണ് ഇപ്പോൾ ഇവിടെ ഇത് നടക്കുന്നുള്ളത്. അതിന് ഞങ്ങൾ പിന്നെ സാക്ഷി വിസ്താരം നടക്കുന്ന ഒരു കേസിന് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് അത് കൈകടത്തലല്ലേ. അത് ചിലപ്പോൾ എന്താണ് അവർ ചെയ്ത് സ്വാധീനിക്കലാണ്. ആ സ്വാധീനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോടതിയെ സ്വാധീനിക്കുന്നത് അതല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുക, ഇല്ല കോടതിയെ സ്വാധീനിക്കുക. വാർത്താ സമ്മേളനത്തിൽ MLA PB അബ്ദുൾ റസാഖ്, MC കമറുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ഭദ്രടുക്കയിലുള്ള ബെൽ കമ്പനി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ കാസർഗോഡ് MP P കരുണാകരൻ, യൂണിയൻ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായി. ജലതാപ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പോൾ സൗരോർജ്ജ വൈദ്യുതി ഉപകരണ രംഗത്തേക്ക് കുതിക്കുകയും ചെയ്ത കാസർഗോഡ് ഭദ്രടുക്കയിലെ ബെല്ലിനെ സർക്കാർ ഏറ്റെടുത്തു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അയൽരാജ്യങ്ങളെ അസൂയപ്പെടുത്തിയ ഇന്ത്യയുടെ ആകാശ് പൃഥ്വി മിസൈലുകൾ വിക്ഷേപിക്കാൻ വേണ്ട നിർണായക ഉപകരണം നിർമ്മിച്ചു നൽകിയത് ഈ യൂണിറ്റാണ്. വികസനം കൊതിച്ച ബെല്ലിനെ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ്. ബെൽ വന്നതിനു ശേഷം തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും എന്നെ നെല്ലിക്കുന്നുമില്ലേ KCN ന്യൂസിനോട് പറഞ്ഞു. ബെല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് തന്നെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയൊക്കെ അധികാരപ്പെടുത്തി എന്നാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു അത് വളരെ സന്തോഷകരമായ തീരുമാനമാണോ എന്ന്. അത് സന്തോഷകരമായ തീരുമാനമാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം പണ്ട് ഈ ബെല്ലാകുന്ന സമയത്ത് നമ്മൾ സന്തോഷിച്ചിരുന്നു, ഇനി വലിയ മാറ്റം ഈ ബെല്ലിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന്.
അപ്പോൾ അത് ഇപ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഇപ്പോൾ ഈ അവസരത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ, പ്രാവർത്തികമായാൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കണ്ടറിഞ്ഞതിന് ശേഷമേ ഇത് സന്തോഷകരമായ തീരുമാനമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് പറയാനുള്ളത്. ഏതായാലും ബെല്ലിനെ രക്ഷിക്കണം. അതിന് സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികളോടും തീരുമാനങ്ങളോടും ഈ മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയിൽ ഞാൻ സഹകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ധനമന്ത്രി തോമസ് ഐസക്, വ്യവസായ മന്ത്രി AC മൊയ്തീൻ എന്നിവരും P കരുണാകരൻ MPയും തൊഴിലാളി പ്രതിനിധികളും ചർച്ചയിൽ സന്നിഹിതരായിരുന്നു. മഴയിൽ ചോർന്നൊലിച്ച് കാസർഗോഡ് ജില്ല. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ വ്യാപകമായ കൃഷിനാശം. കൂറ്റൻ മരങ്ങൾ പൊട്ടിവീണ് പലയിടങ്ങളിലും വീടുകൾ തകർന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി അധികൃതർ. മഴ കനത്തതോടെ ജില്ലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങളും പെരുകാൻ തുടങ്ങിയിട്ടുണ്ട്. കനത്ത മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാസർഗോഡ് ജില്ല. പലയിടങ്ങളിലും പുഴകൾ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതും വീട്ടുമുറ്റങ്ങളിൽ വരെ വെള്ളമെത്തിയതും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കാസർഗോഡ്, ബദിയടുക്ക, കുമ്പള, മഞ്ചേശ്വരം പ്രദേശങ്ങളിൽ കാറ്റിലും കനത്ത മഴയിലും വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിൽ കൂറ്റൻ മരങ്ങൾ വീണ് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത റോഡുകളുടെ അവസ്ഥയും ദയനീയമാണ്. കാലവർഷം കടുത്തതോടെ റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ യാത്രക്കാരും ഏറെ ദുരിതമനുഭവിക്കുകയാണ്. അതേസമയം ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കനത്ത മഴയിലും മറ്റും പകർച്ചവ്യാധികളും പെരുകി തുടങ്ങിയിട്ടുണ്ട്. മലമ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പെരുകിയതോടെ ആശുപത്രികളും രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മഴ ശക്തമായതോടെ ജില്ലയിൽ ജൂൺ 14 മുതൽ ട്രോളിംഗ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയെ നേരിടാൻ ശക്തമായ മുന്നൊരുക്കം നടത്തുകയാണ് അധികൃതരും. ന്യൂസ് ഡെസ്ക് KCN. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കാസർഗോഡ് ജില്ലാതല പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലാതല പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഭൂമിത്ര സേന ക്ലബ്ബ്, NSS എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളെ പ്രകൃതിയോട് അടുപ്പിക്കുന്നതിൽ അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. പാരിസ്ഥിതിക പ്രശ്നത്തിൽ തീർച്ചയായും നമ്മുടെ ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്തരീക്ഷ ശുദ്ധീകരണത്തിന്, ശുദ്ധവായു ശ്വസിക്കുന്നതിനൊക്കെ നിൽക്കുന്നതിനേക്കാൾ നന്നായിട്ട്. അതുകൊണ്ട് നമ്മുടെ പരിസരത്തോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുക, പ്രകൃതിയെ പ്രണയിക്കുക, അങ്ങനെയൊരു മനസ്സ് യുവാക്കൾക്കും യുവതികൾക്കും നമ്മുടെ ഈ പുതിയ തലമുറക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് പരിഹാരം കാണാൻ കഴിയൂ. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണങ്ങളും നടപടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ പരിമിതികളോ സാങ്കേതികത്വമോ. നേരെ മറിച്ച് നമ്മുടെ മനസ്സ് ആ നിലവാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രാർത്ഥന മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആകട്ടെ എന്ന് നിങ്ങൾ ആലപിച്ചത് അർത്ഥവത്തായിട്ടുള്ള. ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം സന്തോഷ് ഖാന പദ്ധതി വിശദീകരിച്ചു. പരിപാടിയിൽ T വിനയൻ, K മുഹമ്മദ് അലി, ഗംഗാധരൻ നായർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഗാന്ധിജിയെ പരിഹസിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പരാമർശം രാജ്യദ്രോഹമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. അമിത്ഷായുടെ പരാമർശം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് സംഘടിപ്പിച്ച കോൺഗ്രസ് എസ് ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നേതാക്കളെ നിരന്തരം അപമാനിക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും RSSൻ്റെയും ശ്രമങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഗാന്ധിജിയെ പരിഹാസപൂർവ്വം പരാമർശിച്ച് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പദപ്രയോഗം രാജ്യദ്രോഹമാണെന്നും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കണമെന്നും കടന്നപ്പള്ളി പറഞ്ഞു. മഹാത്മാഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ ജാതി വിളിച്ചുകൊണ്ട് പരാമർശിക്കുക, ഈ പരിഹാസത്തിനെതിരായി നമുക്ക് തനിച്ചൊന്നും ചെയ്യാൻ കഴിയും. പക്ഷേ അസേധികമായ ഒരു പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. പ്രതിഷേധിക്കേണ്ട ചില കക്ഷികളുണ്ട് നമ്മുടെ നാട്ടിൽ. കോൺഗ്രസ് എന്താ സാധിച്ചത്? ഇന്ത്യൻ പാർലമെന്റിൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ദീർഘമേറിയ പ്രശ്നം നടത്തി BJP അംഗം. ആ
പറയുന്നതായിരുന്നു. ശിവഹരിദ്ര നടത്തുന്നതായിരുന്നു അവിടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ. നിർത്തണമെന്ന് പറയും പ്രസംഗം. തൃശ്ശൂർ പൂരം കാണുന്ന ലാഘവത്തോടുകൂടി നോക്കി കാണുകയാണ്. കാസർഗോഡ് സംഘടിപ്പിച്ച ക്യാമ്പിൽ ജില്ലാ പ്രസിഡന്റ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ഹസൈൻ അർന്നുള്ളിപ്പാടി, EPR വേശാല, ബാബു ഗോപിനാഥ്, മനോജ് കുമാർ, K ദിലീപ്, അനന്തൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ബദർ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസലോകം. പാരമ്പര്യം കൈവിടാതെ മൗലീദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും. അസത്യത്തിനെതിരെ സത്യത്തിൻ്റെ വിജയമായാണ് ബദർ എന്ന വിശുദ്ധ യുദ്ധത്തെ ഇസ്ലാം മതവിശ്വാസികൾ വിശേഷിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിനെതിരെ വെറും 313 പേരുമായി പ്രവാചകനും കൂട്ടരും നേടിയെടുത്ത ആ വലിയ വിജയത്തിൻ്റെ ഓർമ്മകൾ ഇന്നും വിശ്വാസികൾക്ക് കരുത്തും ആവേശവും പകരുന്ന ഒന്നാണ്. പുണ്യമാസമായ റംസാൻ 17-നായിരുന്നു ഐതിഹാസികമായ ആ യുദ്ധം നടന്നത്. ബദർ യുദ്ധത്തിൻ്റെ ഷഹീദായ പോരാളികളെ ബദരീങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ രക്തസാക്ഷിത്വത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നോമ്പ് 17 വരുമ്പോഴും വിശ്വാസി സമൂഹം അതിനെ പവിത്രതയോടെ ഓർക്കും. ബദർ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ നോമ്പ് 17-നും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും മൗലീദുകളും അരങ്ങേറുന്നു. കാസർഗോട്ടെ മിക്ക പള്ളികളിലും ബദർ ദിന മൗലീദിലേക്ക് ഏറെ ആവേശത്തോടെയാണ് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത്. വൈകിട്ട് അസർ നിസ്കാരം കഴിഞ്ഞ് അരങ്ങേറുന്ന മൗലീദ് പാരായണത്തിന് ആ പള്ളിയിലെ ഇമാമോ സയ്യിദന്മാരോ നേതൃത്വം നൽകുമ്പോൾ നിരവധി വിശ്വാസികൾ അത് ഏറ്റുചൊല്ലും. കാസർഗോട്ടെ പ്രശസ്തമായ മാലിക് ദിനാർ വലിയ ജുമാത്ത് പള്ളി, നെല്ലിക്കുന്ന് മൊഹീദ്ദീൻ ജുമാ മസ്ജിദ്, തായലങ്ങാടി ഗിളർ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെല്ലാം ഭക്ത്യാദരപൂർവ്വം ബദർ മൗലീദ് നടക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന അസുലഭ നിമിഷമായിട്ടാണ് ബദർ ദിനത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബദർ മൗലീദിന് ഇന്നും വലിയ തിരക്കനുഭവപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് മുങ്ങി മരിച്ച 3 കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തര സഹായമായി സർക്കാർ 10,000 രൂപ വീതം നൽകി. കലക്ടർ ജീവൻ ബാബു, മഞ്ചേശ്വരം തഹസിൽദാർ B സൂര്യനാരായണ തുടങ്ങിയവർ മരിച്ച കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് മുങ്ങി മരിച്ച ഉദ്യാവര BS നഗറിലെ PT മുഹമ്മദ് സീനത്ത് ദമ്പതിമാരുടെ മകൻ മുഹമ്മദ് ഷെരീഫ്, മഹൂദ് ഖദീജ ദമ്പതിമാരുടെ മകൻ അബ്ദുൾ അസ്ലാം, ഹസൻ കുഞ്ഞ് സാഫിന ദമ്പതിമാരുടെ മകൻ മുഹമ്മദ് അഫ്രീദ് എന്നിവരുടെ കുടുംബത്തിനാണ് സർക്കാർ അടിയന്തര സഹായം അനുവദിച്ചത്. നോമ്പുതുറ സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വെള്ളക്കെട്ടിൽ താഴ്ന്ന നിലയിൽ കുട്ടികളെ കണ്ടെത്തിയത്. കോരിച്ചൊരിയുന്ന മഴ വകവെക്കാതെ അന്തിമോപചാരം അർപ്പിക്കാൻ വൻ ജനാബലിയാണ് എത്തിച്ചേർന്നത്. ഉദ്യാവര 1000 ജമാഅത്ത് മസ്ജിദിലെ ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. അൽ ഫലാഖ് ഫൗണ്ടേഷൻ UAE എക്സ്ചേഞ്ച് സെൻ്ററിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 10ാമത് പ്രഭാഷണവും റിലീഫും ജൂൺ 15 മുതൽ 17 വരെ നടക്കും. അൽ ഫലാഖ് ടവർ മള്ളങ്കൈ ബന്ദിയോട് വെച്ച് നടക്കുന്ന പരിപാടിയിൽ കർണാടക മന്ത്രി UT ഖാദർ അടക്കം നിരവധി പേർ സംബന്ധിക്കും. അൽ ഫലാഖ് ഫൗണ്ടേഷൻ UAE എക്സ്ചേഞ്ച് സെൻ്ററിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 10ാമത് പ്രഭാഷണവും റിലീഫും ജൂൺ 15 മുതൽ 17 വരെ അൽ ഫലാഖ് ടവർ മള്ളങ്കൈ ബന്ദിയോട് വെച്ച് നടക്കും. ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണവും സംഘടിപ്പിക്കും. പരിപാടി കുമ്പോൾ സയ്യിദ് KS അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കർണാടക മന്ത്രി UT ഖാദർ അടക്കം നിരവധി പ്രമുഖർ സംബന്ധിക്കും. റംസാനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മാസം 15, 16, 17 തീയതികളിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മങ്ങൽപ്പാടി പഞ്ചായത്തിൽപ്പെട്ട മള്ളങ്കയിൽ വെച്ച് കേരളത്തിലെ പ്രമുഖരായ പ്രഭാഷകന്മാരായ മുനീർ ഉദവി 15-ാം തീയതിയും 16-ാം തീയതി സിൻസാർ ഹക്കും 17-ാം തീയതി ഖലീൽ ഉദവിയും പ്രഭാഷണം നടത്തുകയാണ്. ആ ചടങ്ങിൽ വെച്ച് സ്വയം തൊഴിൽ പരിശീലനം നേടിയ 40ഓളം യുവതികൾക്ക് തയ്യൽ മിഷനും അതോടൊപ്പം തന്നെ ഏകദേശം 1500ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം നൽകി കഴിഞ്ഞു. ആ പരിപാടിയിൽ വെച്ച് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്നും A+ നേടിയ 75ഓളം കുട്ടികൾക്ക് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ പ്രോത്സാഹന സമ്മാനം നൽകുന്നു. വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് കർല, അബ്ദുൾ ഹമീദ്, അസീസ് കളത്തൂർ, ഷക്കീൽ അബ്ദുള്ള മൊഗ്രാൽ, സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പട്ടികജാതി ക്ഷേമസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിൽ SC വിഭാഗത്തിന് നിയമം മൂലം ജോലി സംവരണം നടപ്പിലാക്കുക,
വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, അത് ഭരണാധികാരികളുടെ ചെവിയിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ കരഞ്ഞേ പറ്റും. പക്ഷെ നമ്മൾ കരയിൽ എങ്ങനെയായിരിക്കും? കുഞ്ഞു കരയുന്ന പോലെയല്ല. നമ്മളെ കരച്ചിലാണ് നമ്മളെ ജാഥ. ആ ജാഥയിൽ വിളിക്കുന്ന മുദ്രാവാക്യം, ജാഥ നടത്തുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു പാവത്താനെങ്കിലും വിളിക്കും, നമ്മളെല്ലാം കയ്യും വീശി. അപ്പൊ നമ്മളെ കരച്ചിൽ ദുർബലാവും. നല്ല ശക്തിയിൽ കരഞ്ഞാൽ മാത്രമേ ഇന്ന് എന്നാൽ തന്നെ കേൾക്കൂ എന്നുള്ള കാര്യം സംശയമാണ്. കരയാൻ വരുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് വരുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പരിപാടിയിൽ HK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മാർച്ചിന് എള്ളാട്ട് കൃഷ്ണൻ, K ഗോപിനാഥൻ, AK ശശികുമാർ, ചന്ദ്രൻ കൊക്കാൽ, BK സുന്ദര, പ്രവീൺ മധൂർ, സദാനന്ദ ഷേണി, K ഹൈമാവതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷിറിയ ഹയർ സെക്കൻഡറി സ്കൂൾ, ലത്തീഫിയ സ്കൂൾ, അംഗൻവാടി തുടങ്ങി 100ഓളം വീട്ടുകാർ ആശ്രയിക്കുന്ന ഷിറിയ കുന്നിൻ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് വാഴ നട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. 10 വർഷം മുൻപാണ് ഇവിടെ അവസാനമായി റോഡ് നിർമ്മാണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് പൂർണ്ണമായും ഇല്ലാതായതോടെ ഇവിടെ വൻകുഴികൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. മഴക്കാലമായതോടെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ ഇതുവഴി വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത്ര കൊല്ലം ആരും ഒരു മനുഷ്യന്മാരുടെ വരുന്നില്ല. BJP കോൺഗ്രസ് മാർക്സിസ്റ്റ് വരുന്നില്ല. നമ്മളെ എൻ്റെ 4-5 പിള്ളേർ എല്ലാവർക്കും നമുക്ക് ഇതന്നെ ആരും വരുന്നില്ല. നമ്മ റോട്ടിൽ നമ്മ ടീച്ചർമാർ പിള്ളേർ നമ്മളെല്ലാവരും പോകുന്നില്ല. ഓരോരോ ഇതുണ്ട്. ഒരു മനുഷ്യന്മാരില്ല ഇവിടെ. നമ്മന്നെ എല്ലാ കൊല്ലം നേരാക്കുന്നത് ഞാൻ തന്നെ ഇവിടെ. അന്ന് കഴിക്കുന്നതിൻ്റെ അന്ന് ഇത് നേരക്കിച്ച് ഞങ്ങൾക്ക് ശമ്പളം കൊടുത്തു. 100 കണക്കിന് വിദ്യാർത്ഥികളും സ്ത്രീകളും ദിവസവും ഇതുവഴി പോകുന്നതിനാൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് നാട്ടുകാർ വാഴ നട്ട് പ്രതിഷേധം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലയിൽ നിന്നും SSLC, +2 പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് അർഹത നേടിയ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾക്കായി ഉളിയത്തടുക്ക അൽ ഹുസ്ന ഷീ അക്കാദമിയിൽ നമ്മുടെ പെൺമക്കൾ മാതൃകാ കുടുംബിനികൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച തസ്കിയ സ്റ്റുഡൻറ് മീറ്റ് സമാപിച്ചു. പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് അക്സനി അധ്യക്ഷത വഹിച്ച പരിപാടി പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബഷീർ ആലടി ഉദ്ഘാടനം ചെയ്തു. ചില കല്യാണത്തിന് പോയാൽ നമ്മുടെ സംസ്കാരമുണ്ട്. ഒരു സൂഫി സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു വിഷയം ഞാൻ സംസാരിക്കുകയാണ്. നമ്മുടെ കല്യാണങ്ങളിൽ മറ്റുള്ള ഫംഗ്ഷനുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ? പ്ലാസ്റ്റിക് പ്ലേറ്റ്. ഈ പ്ലാസ്റ്റിക് പ്ലേറ്റ് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ പാത്രം വൃത്തിയാക്കണം, അവിടെ കൊണ്ടുപോകുന്നതാണ് പഠിപ്പിച്ചത്. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, സൈബർ യുഗത്തിലെ പെൺമക്കൾ എന്നീ വിഷയങ്ങളിൽ മുനീർ അഹമ്മദ്, സാദി നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് സിയാദ് ബടകൻ തുടങ്ങിയവർ ചർച്ചാ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആത്മീയ മജ്ലിസിന് സയ്യിദ് ആലവി തങ്ങൾ ചെട്ടുകുഴി നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ, ഇബ്രാഹിം കരിമ്പള, അബ്ദുൾ സമദ് പുളിക്കൂർ, അബ്ദുൾ സത്താർ ഉളിയത്തടുക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ബാങ്ക് ജ്വല്ലേഴ്സ് അപ്രൈസറി ഫെഡറേഷൻ രൂപീകരണത്തിന്റെ 3ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മാവുങ്കാൽ പുതിയകണ്ടം പരമശിവ വിശ്വകർമ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. ഓൾ കേരള ബാങ്ക് ജ്വല്ലേഴ്സ് അപ്രൈസറി ഫെഡറേഷൻ രൂപീകരണത്തിന്റെ 3ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മാവുങ്കാൽ പുതിയകണ്ടം പരശിവ വിശ്വകർമ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും SBI സോണൽ സെക്രട്ടറി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠന ധനസഹായം വിതരണം ചെയ്തു. EV മോഹനൻ, രാജീവൻ, അധീരഥൻ, സുരേഷ് കുമാർ, പത്മനാഭൻ, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം ഹരിശ്ചന്ദ്ര പുരോഹിതർ ഉദ്ഘാടനം ചെയ്തു. മാട്ടിറച്ചി നിരോധനവും കാലിച്ചന്ത നിരോധനവും മൂലം ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ ക്ഷീരകർഷകർ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര സർക്കാരിന്റെ മാട്ടിറച്ചി നിരോധനം, കാലിച്ചന്ത നിരോധനം എന്നിവ കൊണ്ട് ക്ഷീരകർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജില്ലയിലെ ക്ഷീരകർഷകർ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി കുന്നുമൽ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ നടന്നത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. B ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.
കിനാനൂർ പാടശേഖര സമിതിക്ക് പുതിയ കെട്ടിടവുമായി MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പവർ ടില്ലർ സമർപ്പണവും നടന്നു. കിനാനൂർ പാടശേഖര സമിതിക്ക് കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെയും അനുബന്ധ പരിപാടികളുടെയും ഉദ്ഘാടനമാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചത്. അതുകൊണ്ട് കൃഷിയെക്കുറിച്ച് കൃഷിയെപ്പറ്റി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള വളരെ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു 50 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളുടെ രൂപീകരണം ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇതിപ്പോൾ പലയിടത്തും ഇല്ല. അതില്ലാതെ പോയാലുള്ള അവസ്ഥ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്. റേഷൻ വാങ്ങിയാലും കടകളിൽ പോയാലും കാശുണ്ടെങ്കിൽ അരി കിട്ടും. പരിപാടിയിൽ ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാലിൽ നിർവഹിച്ചു. കിനാനൂർ കരിന്തലം പഞ്ചായത്ത് പ്രസിഡന്റ് എ വിധുബാല അധ്യക്ഷയായി. പാടശേഖര സമിതിക്കുള്ള പവർ ടില്ലറിന്റെ ഉദ്ഘാടനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുധാകരൻ നിർവഹിച്ചു. കെ ശ്രീധരൻ, DN സുമ, കെ രാജൻ, പി ജനാർദ്ദനൻ, സുകേഷ് കുമാർ, പി കൃഷ്ണൻ, MC നാരായണൻ, KV കുഞ്ഞമ്പു മാസ്റ്റർ, കെ കൈരളി എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻ പാണ്ടിയാട്ട് സ്വാഗതവും VV കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. ചെറുവത്തൂർ പുതിയകണ്ണം AV സ്മാരക ക്ലബ്ബ് AV കുഞ്ഞമ്പുവിനെ അനുസ്മരിച്ചു. പരിപാടിയുടെ ഭാഗമായി SSLC +2 ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. കരുവള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഉത്തര മലബാറിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിത്വമാണ് AV കുഞ്ഞമ്പു. കരിവള്ളൂർ സമരത്തിൽ പങ്കെടുത്തും തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതുമായ AV കുഞ്ഞമ്പുവിൻ്റെ സ്മാരകമായി രൂപീകരിച്ച ചെറുവത്തൂർ പുതിയകണ്ടത്തെ AV സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. T ബിജു അധ്യക്ഷത വഹിച്ചു. AVയുടെ മകനും പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കരിവള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. പുതിയകണ്ടം പ്രദേശത്തു നിന്നും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ AV അർച്ചന, പൂർണിമകുമാർ, S ശ്രുതാകീർത്തി, AV അരുൺകുമാർ എന്നിവരെ അനുമോദിച്ചു. A ബാലൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സിനിമാ പ്രദർശനം, പായസദാനം എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് രാജിവെക്കുമെന്ന വാർത്ത നിഷേധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കാസർഗോഡ് ഭദ്രടുക്കയിലുള്ള ബെൽ കമ്പനി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മഴയിൽ ചോർന്നൊലിച്ച് കാസർഗോഡ് ജില്ല. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ പരക്കെ നാശനഷ്ടങ്ങൾ. ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി അധികൃതർ. ഗാന്ധിജിയെ പരിഹസിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പരാമർശം രാജ്യദ്രോഹമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാസർഗോഡ് സംഘടിപ്പിച്ച കോൺഗ്രസ് S ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദർ ദിനത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസ ലോകം. പാരമ്പര്യം കൈവിടാതെ മൗലീദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.